കാലങ്ങൾ ഒരുപാടായി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ അതിന്റെ മഹാന്മാരായ അതിന്റെ തൂലിക പടവാളുകളായ പ്രഭാഷണ രംഗത്തും മറ്റും സമസ്തയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തക്ക് ശക്തി പകർന്ന ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദിനെതിരെ വിമർശനങ്ങൾ ധാരാളം അദ്ദേഹം ഈ പ്രവർത്തന ഗോതയിലേക്ക് വന്നത് മുതൽക്കേ ആരംഭിച്ചതാണ്. പക്ഷേ അതിൽ നിന്നും ഒരണുപോലും പിന്നോട്ട് പോകാൻ ഉസ്താദ് ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ നിലപാടിനോടൊപ്പം മുഷാവറയുടെ തീരുമാനത്തോടൊപ്പം നിന്നു എന്നതിന്റെ പേരിൽ അത് പറ്റാത്ത ചില ആളുകൾ ഇതിനെ പോലെയുള്ള സമസ്തയുടെ അജയ്യരായ ധീരന്മാർക്കെതിരെ നിരന്തരമായി കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹമീദ് ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാറുനജാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയതാണ്. അതിന്റെ ആരോപണങ്ങളൊക്കെ കൃത്യമായ പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തിയിട്ട് ഒരു പൊടി പോലും ഒരു തെറ്റും ബഹുമാനപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കണ്ടെത്താൻ എതിരാളികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമായ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വീഡിയോ നമുക്ക് കേൾക്കാം. അപ്പൊ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ നിങ്ങൾക്കറിയാലോ, നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് സംഗതികൾ ചർച്ച ചെയ്തതാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള അത്തരം പ്രയാസങ്ങൾ വന്നപ്പോ ശരിക്കും അത് സ്ഥാപനത്തിനെ സാമ്പത്തികമായിട്ടൊക്കെ വല്ലാതെ ബാധിച്ചോ? അത് കുറെയൊക്കെ ബാധിച്ചു. ആളുകൾക്ക് തെറ്റിദ്ധാരണ കുടുങ്ങി. കാരണം ഇതിന്റെ അകത്തുള്ള ആളുകൾ തന്നെ ഇപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ ആയതിനു ശേഷം പുറത്തു പോയി അവരുടെ ചില നിശ്ചിത താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ ചില തെറ്റിദ്ധരിപ്പിക്കലുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി. ഇപ്പൊ അതൊക്കെ നീങ്ങി. ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയിൽ അതിന്റെ മുമ്പത്തെ ഞങ്ങളടക്കം ഉമ്മർ സാഹിബ് അടക്കം പുത്തനയുടെ ഒക്കെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നമല്ല. യത്തീംഖാനയുടെ പ്രവർത്തനം, ദാറുനജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനം വളരെ സുതാര്യമാണ്, സത്യസന്ധമാണ് എന്ന് കമ്മിറ്റി ഒന്നടങ്കം ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ നിർദ്ദേശപ്രകാരം ഉമ്മർ സാഹിബിന്റെ ഒക്കെ ആ സാന്നിധ്യത്തിൽ 30ാം യോഗം ഉദ്ഘാടനം ചെയ്തത്. വളരെ സുതാര്യമാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അന്നത്തെ കമ്മിറ്റിയിൽ എല്ലാവരും ഏകണ്ഠേന തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചിത്രം വളരെ വ്യക്തമാണ്. അതെ, വലിയ തെറ്റിദ്ധാരണ. ഇപ്പൊ നമ്മൾ ആ ലാസ്റ്റ് സാദിഖ് അലി തങ്ങളുടെ ആ ഒരു പ്രസ്താവനയോട് കൂടി വന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറഞ്ഞിരുന്നു. അതെ, അതിന്റെ ശേഷം വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മളെ മുമ്പൊരിക്കത് പറഞ്ഞതാണ്. അതെ അതെ പറഞ്ഞതാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡബിൾ ശമ്പളം വാങ്ങി എന്നുള്ളതൊന്നും തെളിയിക്കാൻ ഇത് ഉന്നയിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോ കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും സംശയങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. ഇതിന്റെ നിജസ്ഥിതി മനസ്സിലായപ്പോൾ എല്ലാവർക്കും അതിന്റെ സത്യം ബോധ്യപ്പെട്ടു. വളരെ സുതാര്യമാണ്, സത്യസന്ധമാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇപ്പൊ പ്രവാസികളുമായിട്ടൊക്കെ ഇപ്പൊ കെ.ടി. മാനു മുസ്ലിയാർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയാണ് പിരിച്ചിരുന്നതൊക്കെ. അപ്പൊ അത്തരം പരാമർശങ്ങൾ വന്ന ഇപ്പൊ ഹമീദ് ഫൈസി പിരിക്കണിയിലൊക്കെ എല്ലാവരും സംതൃപ്തരല്ലേ? തീർച്ചയായിട്ടും കെ.ടി. ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോ പല പ്രാവശ്യം കെ.ടി. ഉസ്താദ് അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ടായിട്ടുണ്ട് ഹമീദ് ഫൈസിനെ. ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടായില്ലാന്ന് വരും, ഹമീദ് ഫൈസിയാണ് വരാം, എന്നോട് സഹകരിച്ചതിനേക്കാൾ കൂടുതൽ ഹമീദ് ഫൈസിയെ സഹകരിക്കണം അവിടെയുള്ള പ്രവാസികളോട്. ഇന്നും അത് കേട്ട ആളുകൾ ഇന്നും അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അവർ സാക്ഷിയാണ്. നിങ്ങൾ ഹമീദ് ഫൈസിക്ക് സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവിടുത്തെ പ്രവാസി സുഹൃത്തുക്കളോട് കെ.ടി. ഉസ്താദ് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഹമീദ് ഫൈസിയെ സംബന്ധിച്ചോളം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ കർക്കശമുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ആർക്കും ഉണ്ടായിട്ടില്ല. അത് പലരും ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം വലിയ അഴിമതി ചെയ്യുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ സത്യസന്ധതയ്ക്ക് ഒരു തെളിവായിട്ടാണ് അതൊന്നും വില പോകുന്നില്ല. ഏതായാലും കെ.ടി. മാനു മുസ്ലിയാരുടെ ആ ഒരു എഴുതപ്പെട്ട ആ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളിലേക്കുമാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വനിതകൾക്ക് വേണ്ടിയുള്ള കോളേജ് സംസ്ഥയുടെ കീഴിലുള്ള ഈ ഷെയ്പ്പ് പ്ലസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണേ കെ.ടി. ഉസ്താദിന്റെ സ്വപ്നം, അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിലുണ്ടല്ലോ എന്നുള്ള നിലക്കാണ്. സ്ത്രീകൾക്ക് വേണ്ടി തൊഴിൽശാല, അത് ആ സ്വപ്നങ്ങൾ ഇനിയുമുണ്ട് ഏറെ എന്നുള്ള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽശാലയും അവരുടെ വിദ്യാഭ്യാസമാണ് അവസാന കാലത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യത്തീംഖാനയെ സ്നേഹിക്കുന്നവർ, യത്തീംഖാന കമ്മിറ്റിയിലുള്ളവർക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതിന്റെ പിന്നിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങി
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും പിന്നെയും ഈ സുഹാബികൾ എന്ന് പറയുന്ന സമസ്തയിൽ തന്നെ ഇന്ന് സമസ്തക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില തൽപര കക്ഷികൾ ഉസ്താദിനെതിരെ വളരെ നീചമായി സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ചില പുതിയ ആളുകൾ, ഇന്നേവരെ സമസ്തയുടെ ഒരു പതാക പോലും പിടിക്കാത്ത പല ആളുകളും ബഹുമാനപ്പെട്ട ഹമീദ് ഫൈൽ ഉസ്താദ് അടക്കമുള്ള ഇത്തരം ആളുകൾക്കെതിരെ പല നിലക്കും പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തതെന്താണ്? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സേഫ് സോണിൽ നിൽക്കാതെ അവരുടെ എല്ലാ എഫേർട്ടും എല്ലാ കഴിവും പ്രയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെയും അതിന്റെ മുഷാവറ അംഗങ്ങളെയും സമസ്തയുടെ തീരുമാനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി എന്നതാണ്. എന്നാൽ ചില രാഷ്ട്രീയ താൽപര്യക്കാരായ ആളുകൾ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി സമസ്തയുടെ സ്ഥാപനങ്ങളെയും മറ്റു സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിച്ച് അത്തരം കള്ളത്തരങ്ങളെ പുറത്തു കൊണ്ടുവന്നു എന്നതാണ് ഇവരൊക്കെ ചെയ്ത തെറ്റ്. ഇനിയെങ്കിലും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇനിയും ഇത്തരം നീചമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് വരും ഭാവിയിൽ സമുദായത്തിന് വലിയ അപകടം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എത്ര സത്യം മൂടി വെച്ചാലും സത്യം ഒരു കാലത്ത് പുറത്തു വരും. അത് സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.